നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെന്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വീഡിയോ ആണ്. എന്നാൽ വളരെയധികം പ്രാധാന്യമുള്ളതും ഇപ്പോൾ ലൈം ലൈറ്റിലും വാർത്തയിലും വീഡിയോയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞ പോർട്ടിനെ പറ്റിയിട്ടാണ്. തിരുവനന്തപുരം പോർട്ട് എന്ന് പറയാനായിട്ട് ഒരു കാരണമാണ്. ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം പോർട്ടിന് പേരിടണോ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന് പേരിടണോ എന്നൊക്കെയാണ്. ഈ ഒരു വാഗ്വാദം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ മുന്നോട്ട് വെക്കുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് ഇതിനെ ഇടണം തന്നെയാണ്. കാരണം നമ്മുടെ കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ലഭിക്കണമെങ്കിൽ അങ്ങനെ തന്നെ പോകണം. അതിനൊട്ടനവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരം സച്ച് ഒരു ബ്രാൻഡാണ്. തിരുവനന്തപുരം ബ്രാൻഡ് ആണെങ്കിൽ മാത്രമേ തിരുവനന്തപുരത്തും അതിനോടനുബന്ധിച്ച് കേരളത്തിലേക്ക് വികസനം വരത്തുള്ളൂ. സപ്പോസ് നമ്മളൊരാള് വിഴിഞ്ഞ വന്ന് തിരുവനന്തപുരം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പൊ വിഴിഞ്ഞ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിഴിഞ്ഞ പോർട്ട് മാത്രം വരും, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. ഇനി അവിടെ വന്നാൽ പോലും അതൊന്നും കുത്തിയിരുന്ന് നോക്കാൻ ഇന്നത്തെ ആൾക്കാർക്ക് സമയമൊന്നുമില്ല. അതിന് പകരം തിരുവനന്തപുരം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് പറഞ്ഞു വരും. അപ്പോ കേരള എന്ന് പറയുമ്പോൾ കേരള എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി അവിടെ വരും. അങ്ങനെ അത് കുറച്ചുകൂടെ വലിയൊരു ബ്രാൻഡ് ലെവലായിട്ട് കേരളത്തിനും ഉതകുന്ന രീതിയിൽ, കേരളത്തിനും മാറിയാവുന്ന രീതിയിൽ അത് വളരും. അതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മറ്റു പല സ്ഥലങ്ങളെടുത്ത് നോക്കിയാലും അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് അതിന്റെ പേരിലാണ്. തിരുവനന്തപുരത്തിനോട് മാത്രമാണ് ഈ ഒരു അവഗണന അല്ലെങ്കിൽ അനീതി എന്ന് പറയേണ്ടി വരും. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ സഹിതമാണ് ഞങ്ങൾ ഇതിനോട് പറയാനായിട്ട് പോകുന്നത്. തിരുവനന്തപുരത്തുള്ള സീപോർട്ടിന് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പേരിടണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം. ആ സ്ഥലം അതെവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലല്ലോ എൻ്റെ ഒരു പ്രാധാന്യം. തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ ഇരിക്കുന്നത് തമ്പാനൂരാണ്. അപ്പോൾ തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോരെ. എയർപോർട്ട് ഇരിക്കുന്ന ശംഖുമുഖത്താണ് അല്ലെങ്കിൽ ചാക്കയിലാണ്. അപ്പോൾ ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറഞ്ഞാൽ പോരെ. അങ്കമാലിയിലിരിക്കുന്ന വിമാനത്താവളത്തിന് നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നല്ലേ പറയുന്നത്. മലപ്പുറം ജില്ലയിലിരിക്കുന്ന എയർപോർട്ടിന് കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള വിഴിഞ്ഞത്തുള്ള സീപോർട്ടിന് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഈ ZH വെച്ച് വരുന്ന വാക്കുകളൊക്കെ മറ്റുള്ള നാട്ടുകാർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കഷ്ടപ്പെടും. അപ്പോൾ അതിൽ നിന്നും ഒഴിവാവാനും ഒക്കെ ഇത് തന്നെയാണ് നല്ലത്. വിഴിഞ്ഞത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്നുള്ള പേരിട്ടാൽ അത് വിഴിഞ്ഞത്തുനിന്ന് എടുത്ത് മാറ്റിയെന്നല്ലല്ലോ അർത്ഥം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് ഇടുന്നത് തന്നെയാണ്. ഇപ്പോ ടെക്നോ പാർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്കാണ്. പക്ഷേ ആരൊക്കെയോ കൂടി ചേർന്നുകൊണ്ട് അതിനെ കഴക്കൂട്ടൻ ടെക്നോ പാർക്ക് എന്നും അതുപോലെ തന്നെ പള്ളിപ്പുറം ടെക്നോ സിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ISR വല്യമല ISR ഇത് തിരുവനന്തപുരമല്ലേ. ഇത്രയും വലിയ മാഗ്നിറ്റ്യൂഡ് ഒരു സ്ഥാപനം വരുമ്പോൾ തിരുവനന്തപുരം എന്നല്ലേ പറയേണ്ടത്. ഇനി വിഴിഞ്ഞത്ത് നമ്മൾ യഥാർത്ഥത്തിൽ വിചാരിച്ചിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ടെന്ന് നമ്മൾ പണ്ടുപോലെ വിളിച്ചു വരുന്നതെന്നാണ്. പക്ഷെ ആ പോർട്ടും ഈ പോർട്ടും ഡിഫറന്റ് ആണ്. ഇത് നമ്മൾ പുതിയ പോർട്ടിനാണ് ഈ നാമകരണം ചെയ്തത്. ഈ പോർട്ടിന്റെ ആ കോഡ് എന്ന് പറയുന്നത് INTRB എന്ന് പറയുന്നത് അതും ആ ഒരു സംഭവമാണ്. ഇതിന് മുമ്പ് ഒരു പോർട്ടുണ്ട്, അതാണ് INVZJ. അത് ആൾറെഡി അവിടെ ഉള്ള ഒരു പോർട്ടാണ്. അതിന്റെ കോഡും അത് തന്നെയാണ്. ശരിക്കും നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന വിഴിഞ്ഞം പോർട്ട് എന്ന് വിളിക്കുന്ന തിരുവനന്തപുരം പോർട്ട് ഇരിക്കുന്നത് മുള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ നമ്മൾ ആവശ്യപ്പെടുന്നത് പുതിയൊരു പേരാണ് ഇടേണ്ടത്. അത് പുറത്തെ പേരിടേണ്ട, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും വീണ്ടും. ഇപ്പൊ നാവികർക്കായിരുന്നാലും ഇപ്പൊ ഇന്റർനാഷണലി സെർച്ച് ചെയ്ത ആൾക്കാർക്കായിരുന്നാലും ഇത് രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇപ്പോ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചിൻ പോർട്ട് മാതൃകയിൽ ഇപ്പൊ വല്ലാർപാടൊന്നും പറയുന്നില്ലേ. കൊച്ചിൻ പോർട്ട് അകത്തെ ഒരു പോർട്ട് INVSJ. അപ്പോ അതിന്റെ ചരിത്രവും മറ്റതൊക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക്, ഇപ്പൊ അവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും ഇത് ചരിത്രാതീത കാലഘട്ടത്തിലുള്ള സംഭവങ്ങളാണ്,
അതുകൊണ്ട് ചരിത്രത്തെ സാധൂകരിക്കുന്ന രീതിയിൽ അവിടെ വിഴിഞ്ഞം പോർട്ട് ആയിക്കോട്ടെ, അവിടെ ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിഴിഞ്ഞം പോർട്ട് അങ്ങനെ ആയിക്കോട്ടെ, പുതിയൊരു മേജർ പോർട്ട് വന്നു, അതിന്റെ അണ്ടറിൽ ഈ പോർട്ട് കൊണ്ടുവരിക. ഇത് മാരിടൈം ബോർഡൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ ആയിരിക്കും അതിനോടനുബന്ധിച്ച് ക്രൂയിസ് ടെർമിനൽ വരാൻ പോകുന്നു. അപ്പോ തിരുവനന്തപുരം ബ്രാൻഡ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ നമ്മൾ നേരത്തെ കൊച്ചിൻ പോർട്ടിനെ പ്രതിപാദിച്ചു. കൊച്ചിൻ പോർട്ട് തന്നെയാണ് വിളിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ വിളിക്കുന്നത്. പിന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത് എവിടെയാണ്? നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നല്ല വിളിക്കുന്നത്. ആ ജില്ലയുടെ പേരിലും അല്ല, എറണാകുളം ഒന്നും അല്ല. കൊച്ചി എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ബ്രാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ ആ ബ്രാൻഡിൽ ഓരോ കാര്യവും ഇപ്പൊ ഗിഫ്റ്റ് സിറ്റി പോലെ അയ്യമ്പുഴയിലാണ് ഇരിക്കുന്നത്. അയ്യമ്പുഴ ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ആരും അംഗീകരിക്കത്തില്ല. കൊച്ചി ഗിഫ്റ്റ് സിറ്റി എന്ന് പറയാം. അപ്പോ അതിനോടൊന്നും നമുക്ക് യാതൊരു എതിർപ്പില്ല. ഒരു സിറ്റിയെ തന്നെ വെച്ച് പർട്ടിക്കുലർ പേരിലാണ് ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് അങ്ങനെ തന്നെ ബ്രാൻഡ് ചെയ്യണം. ഇവൻ കാലിക്കറ്റ് എയർപോർട്ട് കോഴിക്കോടല്ലേ, ഇപ്പൊ മലപ്പുറത്താണ്, പക്ഷെ അത് നിർമ്മിച്ച സമയത്ത് കോഴിക്കോട് ആയിരുന്നിരിക്കണം. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ലോകം മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ മുംബൈ പോർട്ട് എടുത്തോട്ടെ, നമ്മുടെ മുംബൈ പോർട്ട് പ്രോപ്പർ മുംബൈയിലാണ് ഇരിക്കുന്നത്, നബി മുംബൈയുടെ ആ ഭാഗത്തല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് മുംബൈ തന്നെ ബ്രാൻഡ് ചെയ്യുന്നേ. ലോകത്തെ പല പോർട്ടുകൾ, സിംഗപ്പൂർ പോർട്ട്, അതുപോലെ തന്നെ കൊളംബോ പോർട്ട്, ദുബായ് പോർട്ട്, എല്ലാം ആ സിറ്റി, വാലൻസിയ പോർട്ട്, എല്ലാം ആ സിറ്റിയുടെ പേരിലല്ലേ വരുന്നേ. ആ മെയിൻ സിറ്റി ഏതാണ് അതിന്റെ പേരിലല്ലേ വരുന്നേ. പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും വരുമോ? ഇപ്പൊ തോന്നയ്ക്കലൊരു മറ്റേ ഒരു മേജറായിട്ടൊരു ബയോ പാർക്ക് വന്നു, തോന്നയ്ക്കൽ ബയോ പാർക്ക്. വൈ തിരുവനന്തപുരം ബയോ പാർക്ക് നിൽച്ചൂടെ? ഇപ്പോ വിഴിഞ്ഞത്തുള്ളവര് ഇനിയിപ്പോ വിഴിഞ്ഞത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ എതിർക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിഴിഞ്ഞത്തെ നിങ്ങളെല്ലാം തിരുവനന്തപുരംകാരല്ലേ? തിരുവനന്തപുരത്തിന്റെ ആ കൾച്ചറിന്റെ ഭാഗമല്ലേ നിങ്ങള്? ആ മഹത്തായ കൾച്ചർ, തിരുവിതാംകൂർ എന്ന് പറയുന്ന ആ മഹത്തായ കൾച്ചറിന്റെ ഭാഗത്ത് വന്നവരാണ് നിങ്ങൾ എല്ലാവരും. ഇവൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല പോലും ആ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഇനി ഇടയ്ക്ക് മറ്റേ നമ്മുടെ പീയൂഷ് ഗോയൽ, ബഹുമാനപ്പെട്ട മന്ത്രിയാണ്, അദ്ദേഹത്തിന് പോലും വിഴിഞ്ഞവും വൈശാഖും തമ്മിൽ പേര് മാറിപ്പോയി. പിന്നെ പ്രൊണൗൺസിയേഷൻ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. വിഴിഞ്ഞോ എന്ന് പറയാനായിട്ട് പല ഇന്റർനാഷണൽ ആൾക്കാർക്ക് ഇഴാ വഴത്തില്ല, നമുക്ക് മാത്രമേ ഇഴാ വഴത്തുള്ളൂ. അത് വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് മാരിടൈം ട്രാഫിക് ഒക്കെ വരുമ്പോ അവരൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പിഞ്ഞ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. കുറച്ചു കഴിയുമ്പോൾ വിഴിഞ്ഞോ എന്ന് പറയും, കുറച്ചു കഴിയുമ്പോൾ അങ്ങ് വൈശാഖ് എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ വിഴിഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാടിന്റെ ഏതോ ഭാഗമൊക്കെ ആണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഏതൊരു കപ്പലൊക്കെ എന്താണ് അങ്ങനെ അവരുടെ ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതെല്ലാം നമുക്ക് ഒഴിവാക്കണം. അവിടെ കേരളം വരണം, അവിടെ തിരുവനന്തപുരം വരണം. ഈ തിരുവനന്തപുരന്നോ ട്രിവാൻഡ്രമെന്നോ TVM എന്ത് വേണമെങ്കിലും ബ്രാൻഡ് ചെയ്യാം. അത് ഇന്റർനാഷണലി അപ്പീലിംഗ് ആയിട്ടൊരു സംഗതി ആവണം. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്രട്ടറിയും ഈ ഇടയ്ക്ക് ഗ്ലോബൽ മീറ്റിൽ പരാമർശിച്ചിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MP ആയ വിശ്വപുരുഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ശശി തരൂർ, അദ്ദേഹവും ഇത് പ്രതിപാദിച്ചു ഈ പ്രശ്നങ്ങൾ. വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഏതാണ്ട് 98% സ്ഥലം അക്വയർ ചെയ്തത് ഞാനാണ്. ഞാൻ കളക്ടറേറ്റ് ചാർജ് എടുക്കുമ്പോൾ ഏതാണ്ട് 2 ഏക്കർ സ്ഥലം മാത്രമാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ ഒരു ഫാക്ടറി മറ്റും നിർമ്മിക്കാനുള്ള സ്ഥലം മാത്രമായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു എന്ന് മാത്രമല്ല, നല്ലൊരു പാക്കേജ് അതിനകത്ത് ഉണ്ടാക്കി എല്ലാവർക്കും സ്വീകാര്യമായിട്ട്. എൻ്റെ മാത്രം ശ്രമമല്ല, താഴത്തുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാംഗങ്ങളുണ്ടായിരുന്നു, MLA മാരുണ്ടായിരുന്നു. അതിനകത്തൊരു നിർണായക പങ്ക് വഹിച്ച ഒരാളെന്നുള്ള നിലയിൽ അവസാനം റിസോർട്ട് ഇരിക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഞാൻ അക്വയർ ചെയ്ത് അതിനകത്ത് കോമ്പൻസേഷനൊക്കെ ഗവൺമെൻറ് കൊടുത്തിട്ടാണ് പോകുന്നത്. അന്ന് തന്നെ ഉന്നയിച്ചിട്ടുള്ളൊരു കാര്യമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. വിഴിഞ്ഞം നല്ലൊരു സ്ഥലം തന്നെയാണ്, പക്ഷെ വിഴിഞ്ഞം എന്ന് പറയാനായിട്ട് നമുക്കൊരു നമുക്ക് ഉള്ള ഒരു ഈസിനെസ് ഒന്നും മറ്റുള്ളവർക്കുണ്ടാവില്ല. തമിഴ്നാട്ടുകാർക്ക് പോലും വിഴിഞ്ഞമെന്ന് നേരെ ചൊവ്വേ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം, കോഴിക്കോട് കാണുന്നുണ്ട് കോഴിക്കോട് എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പറയുന്നത്. അപ്പം നമുക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ഭാഗമായിട്ടുള്ളതും ആ തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം ആയിട്ട് നിൽക്കുമ്പോഴും ഒരു പ്രാദേശികവാദം ആരും ഉന്നയിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തിരുവനന്തപുരം എന്നോ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ പോർട്ടെന്നോ എന്നുള്ള നിലയിലൊരു ക്യാമ്പയിൻ ഉണ്ടാകണമെന്ന് 2015 തന്നെ ഈ ലാൻഡ് അക്വിസിഷൻ സമയത്ത് തന്നെ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയുടെ അടുത്തും പറഞ്ഞിട്ടുള്ളതാണ്, റിട്ടേണായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു ക്യാമ്പയിൻ വരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അഭിമാനമാകുന്നത്
ഒരു പ്രാദേശികവാദമായിട്ട് ഉന്നയിച്ച് ആരെങ്കിലും അതിനെതിരായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എല്ലാവരും തിരുവനന്തപുരം ജില്ലയിലുള്ളവർ മാത്രമല്ല കേരളത്തിലുള്ളവരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ പോർട്ട് എന്നുള്ള പേരിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തിരുവനന്തപുരത്തിന് ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ വേണമെങ്കിൽ ലോക ഭൂപടത്തിൽ തിരുവനന്തപുരത്തിന്റെ പേര് അടയാളപ്പെടുത്തണമെങ്കിൽ ഈ പേര് മാറ്റം അനിവാര്യമാണ്. ഇത് ഓരോ ജനങ്ങളും മനസ്സിലാക്കണം. ഓരോ തിരുവനന്തപുരത്തുകാരും കേരളത്തിലുള്ളവരും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ പോർട്ടിൽ നിന്നുള്ള മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നടക്കുകയുള്ളൂ. അപ്പം അതുമായിട്ടൊരു മാസ് ക്യാമ്പയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ട്രിവാൻഡ്രം ഇന്ത്യൻസ് എന്ന ഗ്രൂപ്പാണ് അത് കൈക്കൊണ്ട് വന്നത് തുടങ്ങി വെച്ചത്. പക്ഷെ അത് എല്ലാവരും നമ്മളും അത് ഏറ്റെടുക്കുന്നുണ്ട്. ഈ പറയുന്ന നമ്മുടെ ഇതിന്റെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ലിങ്ക് കാണാം. നിങ്ങൾ എല്ലാവരും തന്നെ ആ മാസ് പെറ്റീഷൻ സൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എനോർമസ് എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ ആണ്. അപ്പൊ അത്രത്തോളം ഒരു മാസ് പെറ്റീഷൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പോയോ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്തോ രാഷ്ട്രീയക്കാരുടെ അടുത്തോ നേതാക്കന്മാരെടുത്തോ അല്ലെങ്കിൽ കീ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇത് ധൈര്യത്തോട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം എല്ലാവരും ആ പെറ്റീഷൻ കയറി ഫയൽ ചെയ്യുക. വെറും 1 മിനിറ്റത്തെ കാര്യം ഈസിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും യൂട്യൂബേഴ്സായിരുന്നാലും സോഷ്യൽ മീഡിയക്കാരായിരുന്നാലും നമ്മുടെ നാട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഈ ഒരു ഗെയിം ചേഞ്ചിന് വേണ്ടി നിലകൊള്ളുക. ഇതിനെ എതിർക്കുന്നവർ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. വിഴിഞ്ഞം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ മാത്രമായിട്ടുള്ള ചെറിയ പ്രദേശം മാത്രമാണ്. അപ്പൊ ഞങ്ങളാരും ഈ പറയുന്ന തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ആൾക്കാരല്ല. അത് ഞാനോ അങ്ങനെയല്ല, ബ്രാനോ അങ്ങനെയല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാരും തന്നെ അതിനോടുള്ളതല്ല. പക്ഷെ തിരുവനന്തപുരം ബ്രാൻഡ് ആവുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും പ്രൗഢ തിരുവനന്തപുരത്തുകാരനാണ്, കേരളത്തിലാണ്, സർവോപരി എല്ലാവരും ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമുക്ക് ജനങ്ങളും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവരും നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഇവർ നമ്മുടെ CM-ന്റെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്യുകയാണ്. സാറ് കൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ തിരുവനന്തപുരം ക്യാപിറ്റൽ സിറ്റിയാണ്, ഇതിനോട് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് കാരണം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഡെവലപ്മെന്റ് വന്നിട്ടില്ലെന്നല്ല. അപ്പൊ നമുക്ക് മെട്രോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴാണ് ഒരു പോർട്ട് വന്നത്. ഈ പോർട്ടിലൂടെ നമുക്ക് ഇതുവരെ നമ്മളെ ലഭിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു കേരളത്തിന്റെ തലസ്ഥാന വികസനത്തിന് കൂടി വേണ്ടിയിട്ടാണ്, ആ ഒരു ഫ്യൂച്ചർ റെക്കഗ്നീഷന് വേണ്ടി തന്നെയാണ് നിങ്ങളോട് വാദിക്കുന്നത്. ഫ്യൂച്ചറിൽ ഈ ഒരു പേര് മാറ്റം നമ്മൾ ചിലപ്പോൾ ഈ ഒരു പേര് മാറ്റം ഇല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ശരി, പേര് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വർഷം കൊണ്ട് തന്നെ എത്തിയിരിക്കും. തന്നെ മനസ്സിലായല്ലോ, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഹ്യൂജ് ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ തന്നെ പല റെക്കോർഡുകളും തകർത്തുകൊണ്ട് ആ ഒരു പോർട്ട് മുന്നേറുകയാണ്. നേരത്തെയൊക്കെ പറഞ്ഞു 2 ഷിപ്പിനൊക്കെ വന്നിട്ട് 7 ഷിപ്പ് ഒരു ദിവസം അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടെയ്നർ മൂവ്മെന്റിലൊക്കെ പല പോർട്ടിനും പിന്തള്ളി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോ മറ്റൊരു വിഷയവുമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം ബ്രണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് പ്രസ് ക്യാമ്പസ്.